എടി ലക്ഷ്മി, നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ? ചന്ദ്രേട്ടന്റെ അവസ്ഥ കൊണ്ടല്ലേ. എന്തായാലും വൈകാതെ തന്നെ ചന്ദ്രേട്ടൻ ഇങ്ങോട്ടേക്ക് എത്തുന്നേ. നീ ഒന്ന് സമാധാനിക്കേ. അതന്നെ മോളെ, നടന്നതിനെ പറ്റി ആലോചിക്കാതെ ഒന്ന് സമാധാനിക്കേ. എന്തായാലും ഇവിടം വരെ എത്തിപ്പെട്ടല്ലോ. മുതലാളിയമ്മയാണെങ്കിൽ പിള്ളേർക്കുള്ള സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നീ ഒന്ന് സമാധാനിക്കേ. ഒരു 6 മാസത്തെ കാര്യല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാ മരുമോനും ഇങ്ങോട്ടേക്ക് എത്തത്തില്ലയോ? അതൊക്കെ ശരിയാമ്മേ, പക്ഷേ ഏട്ടനൊറ്റയ്ക്ക് നാട്ടിലെങ്ങനെ? ലക്ഷ്മി, നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നെന്തിനാ? നാട്ടില് എന്റെ ഉണ്ണിയേട്ടനല്ലേ, അവർ രണ്ടിനുള്ളപ്പോ എന്താ പ്രശ്നം? ഉണ്ണിയേട്ടനും ചന്ദ്രേട്ടനും കൂടെ പിന്നെ നിനക്കന്നെ അറിയാലോ. അതിനെപ്പറ്റി ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവണ്ടെന്നേ. 6 മാസം കൊണ്ട് എന്തായാലും അവരിവിടേക്ക് എത്തും. നമുക്കിപ്പോ നോക്കേണ്ടതേ പിള്ളേരെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളും പിന്നെ ഇവിടെ താമസ സൗകര്യം എല്ലാം നമുക്കൊന്ന് ഒപ്പിച്ചെടുക്കണ്ടേ. അപ്പൊ നിങ്ങൾ വിഷമിച്ചിരുന്നാലേ അതൊക്കെ ആര് നോക്കാനാ? അല്ല ദേവു, ഇങ്ങനൊരു സ്ഥിതി ഉണ്ടാവുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലല്ലോ. ഇതാണെങ്കിൽ നമ്മൾ അറിയാത്ത നാടും ഇവിടുത്തെ ഭാഷ പോലും നമുക്ക് തീയത്തില്ല. അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞ് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ച്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിന്റെ ഈ തള്ള ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിട്ടെ 10-15 കൊല്ലായി. ഭാഷ അറിഞ്ഞിട്ടാണോ ഞാനിപ്പോ ഇവിടെ പിടിച്ചു നിൽക്കുന്നേ? കൊറിയൻ ആണെങ്കിലും ഇവിടെ മലയാളം അറിയുന്ന ഒരുപാട് പേരുണ്ടെന്നേ. ഉദാഹരണത്തിന് നമ്മുടെ മുതലാളി തന്നെയല്ലേ, അവിടെ പണിയെടുക്കുന്നവരൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും മലയാളികളാ, പിന്നെ കുറച്ച് തമിഴന്മാരും. അതെന്നേടേ, ഞാനില്ലേ കൂടെ. പിന്നെന്തിനാ? പോരാത്തന്നെ അമ്മയും പിള്ളേരും എല്ലാരും നമ്മുടെ കൂടെ തന്നെയല്ലേ. പിന്നെന്തിനാ നിങ്ങൾ ബേജാറാവുന്നേ? വാ, ആദ്യം കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം. അതന്നെ മക്കളെ, വീടിന്റെ സൗകര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരു പേടിയും വേണ്ട. ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള സ്ഥലമാ. പിന്നെ ദേവകിക്ക് കൊടുത്തിട്ടുള്ള കോട്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാ, അവക്കും നല്ല സൗകര്യാ. അതുകൊണ്ട് രണ്ടുപേരും സൗകര്യത്തിനെ പറ്റി ആലോചിച്ച് ബേജാറാവണ്ട. പഴയ വീട് ജപ്തി ആയതാലോചിച്ച് ഇനി വിഷമിക്കും വേണ്ട. നമുക്ക് ഇവിടെ നല്ലൊരു ഭാവി ഉണ്ടാവും, മനസ്സിലായോ? എന്നാ വാ ലക്ഷ്മി, കുറച്ച് ചായയൊക്കെ കുടിക്കേ. അപ്പൊ കുറച്ച് റിലാക്സ് ആവും. ശ്രീകുട്ടി, നിനക്ക് നമ്മളെ കൊറിയൻ ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടായി. അല്ല, ഇവിടെ ജിമിനും ഷുഗർ ജാക്ക് ഇവരൊക്കെ എവിടെ? ആഹാ, നീ ഒരു BTS ഫാൻ ആണല്ലേ? ഫാനാണെന്നോ? ഒടുക്കത്തെ ആർമിയാന്നേ. ആണോ ശ്രീകുട്ടി? അതെ, എനിക്ക് BTSനെ ഒരുപാട് ഇഷ്ടാ. അല്ല, നമ്മളിപ്പോ കൊറിയനിലുള്ളത്. എനിക്ക് BTSനെ കാണിച്ചു തരാവോ? പിന്നല്ലാണ്ട് ചോദിക്കേണ്ട താമസം. നീ ഇവിടെ എത്തിന്ന് അറിഞ്ഞപ്പോ തന്നെ അവര് എല്ലാരും റെഡി ആയിക്കണേ നിന്നെ കാണാൻ വരാനേ. ചേച്ചി, അവളോടൊന്നും പറയാൻ നിൽക്കല്ലേ. അവൾ അതും വിശ്വസിച്ചേ പിന്നെ അതിനു വേണ്ടി കിടന്ന് നിലവിളിക്കും. നോക്ക് ശ്രീകുട്ടി, നിന്നെ കളിയാക്കാൻ വേണ്ടിട്ടേ ചേച്ചി ചുമ്മാ പറഞ്ഞതാ. അതൊക്കെ കിച്ചേട്ടൻ കാണിച്ചു തരാന്നേ. ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, നാളെ സ്കൂളിൽ പോണം. അപ്പോ നിനക്ക് സ്കൂളിൽ വെച്ച് BTSനെ കാണിച്ചു തരാം. ഓക്കേ? ശരിക്കും. ആ അമ്മ, ആ ശരി അമ്മേ. അല്ല, നിങ്ങൾ എന്താ ഇവിടെ തന്നെ നിക്കുന്നേ? വാ, നിങ്ങള് ഇവിടെ ചുറ്റിയൊന്നും കണ്ടിട്ടില്ലല്ലോ. വാ, എല്ലായിടും ചുറ്റി കാണിച്ചു തരാം. ആ പറയടേ. അത് എനിക്ക് നാളെ തന്നെ കോളേജിൽ പോയിക്കൂടെ? ഓ എന്റെ പുസ്തകപ്പുഴു, നാളെ എന്തായാലും പോവാം. നീ ഇപ്പൊ ഒന്ന് വരാൻ നോക്ക്, ഇവിടെയൊക്കെ ചുറ്റി കാണണ്ടേ? ചോദിക്കണ കേട്ടാ തോന്നും പഠിച്ചങ്ങ് മല മറിക്കാനാണ്. പക്ഷെ സ്കൂളിൽ എന്തിനാ പോണെന്ന് എനിക്കല്ലേ അറിയോ. ശിവ, അനാവശ്യമായിട്ടൊന്നും പറയല്ലേ. ഞാൻ ചോദിച്ചത് പഠിക്കാൻ വേണ്ടി തന്നെയാ. എനിക്കൊക്കെ നിന്നെ പോലെ ക്ലാസ് കട്ടാതെ പഠിക്കാണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ഒരു നിമിഷം പോലും ബുക്ക് വിട്ട് വേറെ പിരിഞ്ഞ് നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ചോദിച്ചതാ. അത് കിച്ചേട്ടന് മനസ്സിലാവും അല്ലേ കിച്ചേട്ടാ? ഓ പിന്നെ അല്ലാണ്ട്, കിച്ചുവേട്ടനെ നന്നായിട്ട് മനസ്സിലാവും. ഓ തന്നെ, വല്ലാത്തൊരു പ്ലാന്. അർജു, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അവന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നില്ല. ശരിക്കും അപ്പൊ നിനക്ക് എന്റെ പ്ലാന് ഇഷ്ടപ്പെട്ടില്ലേ? അതവന്റെ ചെറിയെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എടാ, നിന്റെ പ്ലാനൊക്കെ കൊള്ളാം. എന്നാലും ഫസ്റ്റ് ഡേ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാൻ ഇത് പോരെന്നാണ് എന്റെ അഭിപ്രായം. ഇതൊരുമാതിരി നേഴ്സറി പിള്ളേർക്ക് കൊടുത്ത പോലെ ആയില്ലേ. കുറച്ചും കൂടെ ടഫായിട്ട് ആലോചിക്കുന്നേ. അതിനവന് 2015 ബസ് കയറി ഇങ്ങോട്ട് എത്തണ്ടേ. അവൻ എപ്പോഴും 2015 തന്നെയാ. മതി, അപമാനിച്ചു കഴിഞ്ഞെങ്കിലേ എനിക്കൊന്ന് എണീച്ചു പോയിരുന്നു. എടാ, അത് ഈ വട്ടമുണ്ടല്ലോ, അത് കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടും അതിന് മുന്നത്തെ വട്ടത്തിനെക്കാട്ടും എത്രയും പവർഫുൾ ആയിരിക്കണമെന്നേ. നമ്മളെ കണ്ട എല്ലാവർക്കും ആ പഴയൊരു പേടി ഉണ്ടാവണമെന്നേ. ഓ ഐ സി. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വട്ടം ഗോസ്റ്റിന്റെ മാസ്ക് ഇട്ടെ എല്ലാരും ഒരു വിരട്ടങ്ങ് വിരട്ടിയേക്കാം.
ഓ മൈ ഗോഡ്, കോമഡി. പിന്നെ ചിരിക്കാട്ടോ. എടാ നിങ്ങൾ ഇങ്ങനെ തമാശ കളിച്ചിരുന്നാൽ എങ്ങനെ? നോക്ക്, നാളെ മോർണിംഗ് നമ്മൾ എല്ലാവരും കൂടെ മുന്നേ ഇവിടെ എത്താനുള്ളതാ. നമ്മളെ പ്ലാൻ നടപ്പിലാക്കാനുള്ളതാ. സോ എല്ലാരും സീരിയസ് ആയിട്ട് പ്ലാൻ ഇടാൻ നോക്ക്. ഓക്കെ, ഫണ്ണൊക്കെ പിന്നെ ആവാം. നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ, നമ്മളെ കോളേജില് നമ്മൾ 4 പേരാണ് താരം. സോ നമ്മൾ ഈ പവർ ഉപയോഗിച്ച് എല്ലാവർക്കും നല്ല പവർഫുൾ ആയിട്ടുള്ള പണിഷ്മെന്റ്സ്, ട്രിഗർ ഇതൊക്കെ ചെയ്യണമെന്നേ. എന്നാലേ ആ കോളേജില് ആർക്കും നമ്മൾ കണ്ട ഒരു റെസ്പെക്ട് ഉണ്ടാവത്തുള്ളൂന്നേ. ഓഫ് കോഴ്സ്, നീ പറഞ്ഞാലും കാര്യമുണ്ട്. ഇപ്പോ റെസ്പെക്ട് കൂടി സാറും ടീച്ചറൊന്നേ നമ്മളെ ക്ലാസ്സിൽ തന്നെ ഇരുത്താറില്ല. അങ്ങ് ഏത് നേരം HMന്റെ റൂമിലല്ലേ ഇരുത്താറ്. ഒരു 5 മിനിറ്റ്സിൽ വരാം, നീ ചെല്ലേ. എടി ഇപ്പോഴല്ലേ കഴിച്ചുള്ളൂ, ഞങ്ങള് വരാം, നീ ചെല്ലേ. ചെല്ലേ. ഹാ, ഇവളെപ്പോഴാണോ ഒന്ന് മലയാളം നേരെ ചൊവ്വേ സംസാരിക്കുക, കേക്കാൻ കൊതിയാവാന്നേ. ഇവള് ജനിച്ച അന്ന് മുതലേ എന്റെ ആഗ്രഹം തന്നെയാ. എന്നെങ്കിലും ഒരു ദിവസം പച്ചവെള്ളം പോലെ അങ്ങ് മലയാളം പറഞ്ഞിരുന്നെങ്കിൽ ഓഫ് സ്വർഗായനെ. എടാ, അവളെങ്കിലും അങ്ങ് കൊറിയൻ പറയട്ടെന്നേ. ഇവിടെ കൊറിയനിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് ഫുൾ മലയാളികളാ. അവളെങ്കിലും കൊറിയനിലാന്ന് പറഞ്ഞിട്ട് കൊറിയനെങ്കിലും സംസാരിച്ച് നടക്കട്ടെന്നേ. യാ റിയലി, നമ്മളൊരു കൊറിയൻ ഫാമിലിയാന്ന് അറിയപ്പെടുന്നത് തന്നെയേ ഇവൾ ഒറ്റ ഉള്ളതുകൊണ്ടാ. ഓ എന്റെ അമ്മേ, എന്തൊരു സ്പീഡാ അത്. അവിടുന്ന് ഓടി വരുവാ വിളിച്ചോണ്ട്. ഒന്ന് കേട്ടത് പോലല്ലേ. ചുറ്റി കാണുന്ന ആകാംക്ഷയിലെ എന്നെ മറന്നല്ലേ? അല്ല, എല്ലാ സ്ഥലം ചുറ്റി കണ്ടോ? പകുതി സ്ഥലം കണ്ടതേ ഉള്ളൂ. അങ്ങോട്ടേക്കൊക്കെ പോവാനേ ഒരു മടി. അതാ എന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാനേ. എന്നാ ഒരുമിച്ച് പോയിക്കൂടായിരുന്നോ? നീ 5 മിനിറ്റ് എന്ന് പറഞ്ഞ അരമണിക്കൂർ വീട് വരത്തില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതാ ചുമ്മാ ഇറങ്ങിയതാ. എന്നാ വാ, നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാട്ടോ. എന്നാ വാ. അല്ലടി, ശ്രീതി ചേച്ചി ശ്രീകുട്ടിയോടെ അവര് കിച്ചേട്ടന്റെ കൂടെ ഉണ്ട്. അല്ല, ഇതാരാ? അതന്നെ. ഇനിയിപ്പോ അമ്മമ്മ പറഞ്ഞ ആ മുതലാളിന്റെ മോള് ഇതായിരിക്കോ? നുകുസയോ? എന്ത്? നുകുസയോ? അയ്യോ ശിവ, ഇവളെന്ത് തേങ്ങയായി പറയുന്നേ? ആ, ആർക്കറിയാം? ജാം പണതേ മുഖസയോ? എടി, ഇപ്പൊ എന്താ പറഞ്ഞേ? ആ, എന്നോട് ചോദിച്ചാ എനിക്കെങ്ങനെ അറിയാനാടി? ആ കൊച്ചിനോട് തന്നെ ചോദിച്ചോക്ക്. ഇനിയിപ്പോ ഇതാണോ കൊറിയനെ? ആ, നീട്ടി വലിച്ചിലൊക്കെ കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നേ. നിക്ക്, എന്തായാലും ഇംഗ്ലീഷ് അറിയാണ്ടിരിക്കത്തില്ലല്ലോ. നമുക്ക് ഇംഗ്ലീഷിലൊന്ന് കാച്ചി നോക്കാം. കാച്ച് കാച്ച്. We are from Kerala and കുട്ടി സംസാരിക്കുന്നത് കൊറിയൻ. അപ്പൊ ഒരു കൊറിയനാ. ഇതായിരിക്കും മിക്കവാറും മുതലാളിന്റെ മോള്. ഞങ്ങൾ മലയാളികൾ ഫ്രം ഇന്ത്യ, കേരള. You know? Yeah, I know. അച്ഛാ. What? അത് you know മലയാളം? Yeah, but കൊച്ച്. ഓ, കുറച്ച്. അതൊക്കെ മതിനെ. ബാക്കി ഞങ്ങൾ പഠിപ്പിച്ചോളാനേ. Your grandmother is Kalyani, am I right? Yeah, ഞാന് കല്യാണിന്റെ പേരക്കുട്ടിയാ. അതായത് എന്റെ അമ്മമ്മയുടെ പേരാ കല്യാണി. അല്ല, നിനക്ക് കല്യാണി അതായത് എന്റെ അമ്മമ്മനെ അറിയോ? Yeah, അറിയും. ഞങ്ങൾ വീട്ടിൽ ജോലി. അതെ, നിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആരെ കല്യാണിയെന്നെ? അത് ഇവളെ അമ്മമ്മയാ. I mean grandmother. Oh, okay. My name is Anna and your names? My name is Ammu and my name is Shivani. Sweet names. I like your names. Thank you. നിങ്ങൾ ഇവിടെ ചുറ്റി കണ്ടിട്ടുണ്ടോ? I mean ഇല്ല, ചുറ്റി കണ്ടിട്ടൊന്നുമില്ല. ഞങ്ങള് ജസ്റ്റ് ഇറങ്ങിയതാ ചുറ്റി കാണാൻ വേണ്ടിട്ട്. അല്ല, ഇവിടുത്തെ ഓണറിന്റെ മോള് നിങ്ങളാണോ? yeah, നിങ്ങൾക്ക് വീട്ടൊക്കെ ചുറ്റി കാണിച്ചു തരാം. Let's go. Oh, okay. എടി, അത് വേണോ? വീട്ടിലൊന്നും പോയിരുന്നെന്ന് ആദ്യം അമ്മമ്മ പറഞ്ഞതല്ലേ. വേണമെങ്കിൽ നമുക്ക് പുറംഭാഗം ചുറ്റി കണ്ടിട്ട് പോവാന്നേ. പോടി, ആ കൊറിയത്തെ എന്നെ കാണിച്ചു തരാന്ന് പറയുമ്പോ നമ്മൾ എന്തിനു മടിക്കണം? വാന്നേ, വീട് കണ്ടിട്ട് തന്നെ അങ്ങ് കൊട്ടാരം പോലെ ഉണ്ട്. പോയി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാന്നേ. ഓ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ നടക്ക്. ഓസയോ ഗാജ അങ്ങനെ പറഞ്ഞ ഇറ്റ്സ് മീ. കം ഓൺ, വരൂ. ഗാജ. അന്നാ, നിന്റെ വീട്ടില് ആരൊക്കെ ഉള്ളത്? അവക്ക് തിരിഞ്ഞില്ലെന്ന് തോന്നുന്നേ. ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. യുവർ ഹൗസിലെ ഹൗ മെനി പീപ്പിൾസ്
നീ ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞേ അവളെ ഇംഗ്ലീഷിനെ മറക്കു നോക്കിക്കോ. ഹോ, ഞായോ? എടി ഞാനെന്ന്, അതായത് അവളെന്ന്. ഓഹോ, അയ്യോ. മാമി. ആ. രാജാ. അടാ പാപ്പ. ആ മനസ്സിലായി. നിന്റെ അച്ഛനെന്നല്ലേ ഉദ്ദേശിച്ചേ? യാ. അല്ല, നിങ്ങൾ 3 പേരേ ഉള്ളോ? നോ. ഓപ്പ ആൻഡോ. ഓപ്പയോ? അതാരേ? ഓ ചിലപ്പം അവളെ അമ്മമ്മയ്ക്കും അച്ഛമ്മയ്ക്കൊക്കെ പറയണതായിരിക്കുന്നേ. നോ. ബ്രദർ. ഓപ്പ ഈസ് ബ്രദർ. ഓഹോ, ഇപ്പഴാ കാര്യം പിടികിട്ടിയേ. ഓപ്പ എന്ന് പറയുന്നത് നിന്റെ ബ്രദർ ആണല്ലേ? ബ്രദറിന്റെ നെയിം അല്ലേ? ശോ, എന്നാലും വെറൈറ്റി നെയിം ആയിപ്പോയി. അല്ല ശിവ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉണ്ണി, മനു, കുഞ്ചു അങ്ങനെ കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ വെറൈറ്റി ആണല്ലേ? സത്യടി. No, no, my brother name Arjun. കൊറിയനിൽ ബ്രദറിന് ഓപ്പ എന്ന് പറയും. ഓഹോ, അപ്പോ ഓപ്പ എന്ന് പറയുന്നത് ബ്രദർ എന്നാണല്ലേ? യാ. എനിവേ, ബ്രദറും കൊറിയനാണോ സംസാരിക്കുക? അതോ നോ, ഓപ്പയ്ക്ക് മലയാളം അറിയാം. ആഹാ, അപ്പോ നിന്റെ ബ്രദറിന് മലയാളം അറിയാല്ലേ? യാ. ഹോ, എന്റെ പൊന്നോ, ഒരാൾക്കെങ്കിലും മലയാളം അറിയാലോ? അതന്നെ ധാരാളം. അപ്പൊ നമുക്ക് ബാക്കി കോളേജിൽ വെച്ച് കാണാം. ആ പുതിയ പുതിയ എത്ര എരകളാണോ നമ്മൾ പനിഷ്മെന്റിന് ഏറെയാവാൻ പോണത്. വെയിറ്റ് ആൻഡ് സീ മച്ചാ.